ഞാൻ വിചാരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവൾ എൻ്റെ ശബ്ദം തിരിച്ചറിയുമെന്ന്. അവളെ കണ്ണു തുറന്ന ആദ്യം എന്നെയായിരിക്കും അന്വേഷിക്കാന്ന്. എന്നിട്ട് ഗോകുലിനെ മോള് തിരിച്ചറിഞ്ഞില്ലേ? അവൾ അബോധാവസ്ഥയില്ല, പിന്നെ എങ്ങനെ തിരിച്ചറിയാനാ? പക്ഷേ ഞാൻ അവളുടെ തൊട്ടടുത്ത് നിന്നു, കൈപിടിച്ചു, അവളെ എന്ന് വിളിച്ചു. പക്ഷേ അവൾ എന്റെ ശബ്ദം പോലും തിരിച്ചറിഞ്ഞില്ല. ബോധവുമില്ല, കണ്ണു തുറന്നിട്ടില്ല. എന്നിട്ടും അവിടെ ചുണ്ടുകൾ മന്ത്രിച്ചത് അമ്മയെന്ന് മാത്രം. തന്നെയാണോ അവൾ അന്വേഷിച്ചത്? ഇപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. അമ്മ കൊടുക്കുന്ന ആത്മവിശ്വാസത്തെക്കാളും സ്നേഹത്തെക്കാളും വലിയ ഒരു പ്രതീക്ഷയും ഈ ലോകത്ത് ഒരു മകൾക്കും കിട്ടാനില്ല. മരണത്തോട് മല്ലടിക്കുമ്പോ പോലും അവൾ അന്വേഷിച്ചത് മരുന്നല്ല, അച്ഛനെയല്ല, അവളുടെ അമ്മയെ. എന്റെ മോളിപ്പോ ആഗ്രഹിക്കുന്നത് തന്റെ സാമീപ്യമോ, തന്റെ സ്നേഹമോ. താൻ അവളുടെ അടുത്ത് നിന്നിരുന്നാ മതി, അവളുടെ എല്ലാ വേദനയും മാറും. തന്റെ ശബ്ദം ഒന്ന് കേട്ടാ മതി, നമ്മുടെ മോള് ബോധത്തിലേക്ക് തിരിച്ചു വരും. രക്തബന്ധം ദൈവം തന്നതാ ഗോകുൽ. പക്ഷെ ഗൗരിമോളുടെ അമ്മ എന്ന അവകാശം എനിക്ക് കിട്ടിയത് ഞാൻ അവൾക്ക് കൊടുത്ത സ്നേഹം കൊണ്ടാ. എന്റെ മോളുടെ ചിരിയും കളിയും സന്തോഷങ്ങളും എല്ലാം ഞാൻ ഏറ്റുവാങ്ങിയത് എന്റെ നെഞ്ചില. ഞാൻ തന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. എനിക്കറിയാം. എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം. ഗോകുലിനറിയോ, അവൾക്കൊരു ചെറിയ പനി വരുമ്പോ പോലും ഒരു വിരൽ തുമ്പ് മുറിഞ്ഞ് ഒരല്പം ചോര പൊടിഞ്ഞ അത് സഹിക്കാൻ കഴിയാതെ എന്റെ നെഞ്ച് പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ. എനിക്ക് എന്റെ മോളുടെ ഈ അവസ്ഥ സഹിക്കാൻ പറ്റുന്നതെന്ന് ഗോകുലിന് തോന്നുന്നുണ്ടോ? എന്റെ മോൾക്ക് വേണ്ടി എന്റെ പ്രാണൻ മാത്രമല്ല, ഈ ആയുസ് പോലും ഞാൻ കൊടുക്കും. എന്നാലും എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയേറെ എന്റെ മോളെ സ്നേഹിക്കുന്ന അർച്ചനയ്ക്ക് ഇനി എങ്ങനെ അവളെ വിട്ടുപോകാൻ കഴിയും? അമ്മയുടെ സ്ഥാനത്ത് അവൾക്ക് സമൃദ്ധി ഇല്ലാതെ പറ്റില്ല, സമൃദ്ധിക്ക് ഗൗരിമോളില്ലാതെ പറ്റില്ല. എന്റെ മോക്ക് വേണ്ടി അർച്ചനയെ എങ്ങനെയും ഞങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയേ പറ്റൂ. ചിലപ്പോൾ അത് ക്രൂരമായി പോയെന്ന് വരാം. അറിഞ്ഞ സത്യങ്ങൾ പലതും മറച്ചു വെക്കേണ്ടിയും വന്നേക്കാം. എന്റെ മോളുടെ ജീവനാ എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും?